140 നിയോജക മണ്ഡലങ്ങൾ, 3 പ്രധാന മുന്നണികൾ UDF, LDF, NDA. മൂന്നാം തവണയും അധികാരത്തിൽ കയറിക്കൊണ്ട് ഹാട്രിക് വിജയം കുറിക്കുക എന്ന തീരുമാനത്തിൻ്റെ പുറത്തുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് LDF ഒരു ഭാഗത്ത്. ഇനി ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരിക്കാനാവില്ല എന്നും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട്, സർക്കാർ വിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട്, അക്രമ രാഷ്ട്രീയത്തെപ്പറ്റി കാര്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് സംവദിച്ചുകൊണ്ട്, അഴിമതിയെപ്പറ്റി സംവദിച്ചുകൊണ്ട് ഇനി മൂന്നാം തവണ പ്രതിപക്ഷത്തിരിക്കാതെ അധികാര സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തെ ഭരിക്കുവാൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങുന്ന UDF. കഴിഞ്ഞ കാലങ്ങളിലെ പോലെയല്ല കേരളത്തിലെ ജനത തങ്ങളെയും സ്വീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തൃശ്ശൂരിലുണ്ടായ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ, വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയതും 11 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയതും പലയിടത്തും മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം BJPയെ സംബന്ധിച്ച് അല്ലെങ്കിൽ NDAയെ സംബന്ധിച്ച്, NDA മുന്നണിയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അവർക്കും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10ലേറെ സീറ്റുകളിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആരായിരിക്കണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കേണ്ടത് എന്ന അന്തിമ തീരുമാനം കുറിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള ശക്തിയായി മാറുകയും ചെയ്യുന്നുണ്ട് എന്ന വാദവും BJPയും ഉയർത്തുന്നുണ്ട്. സത്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു സംഭവ ബഹുലമാർന്ന തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും. ഇവിടെ ചില വിജയപരാജയങ്ങൾ കണക്കാക്കുമ്പോൾ ഒരു 15 മണ്ഡലങ്ങളുടെ കണക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ 15 മണ്ഡലങ്ങൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. കോൺഗ്രസ് അങ്ങനെ വലിയ ശ്രദ്ധ ചെലുത്താത്ത, എന്നാൽ ആ 15 മണ്ഡലങ്ങളിൽ വിജയിക്കുവാൻ സാധിച്ചാൽ കോൺഗ്രസിന് നിലവിലുള്ള വിജയ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യാറ്. കാലങ്ങളായി അത് പരാജയപ്പെട്ടു പോവുകയാണ് ആ മണ്ഡലങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ മണ്ഡലങ്ങളെല്ലാം സംവരണ മണ്ഡലങ്ങളാണ്. അതായത് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ മത്സരിക്കുന്ന സംവരണ മണ്ഡലങ്ങൾ. ഈ സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് പിന്നോട്ടടിക്കപ്പെടുന്നത്? ഏതൊക്കെയാണ് ആ മണ്ഡലങ്ങൾ? 16 സംവരണ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ ഒരു മണ്ഡലത്തിൽ മാത്രം കാലങ്ങളായി കോൺഗ്രസ് വിജയിച്ചു വരുന്നുണ്ട്. അത് കൊല്ലത്തുള്ള കുന്നത്തൂർ മണ്ഡലത്തിലാണ്. കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ RSPക്ക് വിട്ടുകൊടുത്തതുകൊണ്ട് അവിടെ UDFൻ്റെ പക്ഷത്ത് നിൽക്കുന്ന RSP വിജയിച്ചു വരുന്നുണ്ട്. അതല്ലാതെയുള്ള 15 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ 16ൽ 15 മണ്ഡലങ്ങൾ, ആ 15 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം തന്നെയാണ് വിജയിക്കുന്നത്. അവിടെ UDFന് വിജയിക്കുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ആ മണ്ഡലങ്ങളിൽ പ്രാദേശിക തലത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട സംവരണ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കുവാൻ സാധ്യതയുള്ള, സ്വാധീനമുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് വളർത്തിക്കൊണ്ടുവരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പല ജില്ലകളിലെയും സംവരണ മണ്ഡലത്തിലേക്ക് മറ്റു പല ജില്ലകളിലെയും നേതാക്കന്മാരെയും പ്രവർത്തകരെയും കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില പ്രവർത്തന രീതികളാണ് കോൺഗ്രസിലുള്ളത്. ആ മണ്ഡലങ്ങളിലേക്ക് കടന്നാൽ AP അനിൽകുമാറിൻ്റെ മലപ്പുറം വണ്ടൂർ മാത്രം കോൺഗ്രസ് ജയിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റേതായിട്ട് AP അനിൽകുമാർ ജയിക്കുന്ന വണ്ടൂർ മാത്രം കോൺഗ്രസ് ജയിക്കുന്നുണ്ട്. അതല്ലാതെയുള്ള മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് പരാജയപ്പെടുകയാണ്. അതിൽ ഏറ്റവും ആദ്യം പത്തനംതിട്ട ജില്ലയിലെ അടൂർ നിയമസഭാ മണ്ഡലം കോൺഗ്രസിൻ്റെ മണ്ഡലമായിരുന്നു. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ MG കണ്ണനെ മത്സരിപ്പിക്കുമ്പോൾ ആ MG കണ്ണൻ മത്സരിക്കുന്ന മണ്ഡലത്തിനെ പരാജയ വിഭാഗത്തിൽപ്പെട്ട ഒരു മണ്ഡലമായി പരിഗണിച്ചുകൊണ്ട് പിന്തള്ളുകയായിരുന്നു. എന്നാൽ അവിടെ 2900 വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് MG കണ്ണൻ പരാജയപ്പെടുന്നത്. അതായത് കാര്യമായ രീതിയിൽ അവിടെ ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട്, കാര്യമായ രീതിയിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഒന്ന് പ്രവർത്തനം ഊർജിതമാക്കിയിരുന്നുവെങ്കിൽ അടൂർ നിയമസഭാ മണ്ഡലത്തിൽ വിജയിക്കുവാൻ സാധിക്കുമായിരുന്നു. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP ആയി ഇപ്പോൾ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു നിൽക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ അടൂരിലേക്ക് മത്സരിപ്പിക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ പിടിച്ചെടുക്കാം. അതല്ല എങ്കിൽ ഇനിയെങ്കിലും പ്രാദേശിക തലത്തിൽ MG കണ്ണന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഇടമൊരുക്കി കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു ശക്തനായ നേതാവിനെ അവിടെ മത്സരിപ്പിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കുകയോ ചെയ്യണം കോൺഗ്രസ്. ഇല്ലെങ്കിൽ അടൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുക തന്നെ ചെയ്യും. കൂടാതെ അടൂരിലേക്കുള്ള ശ്രദ്ധ കോൺഗ്രസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അവിടെ ഇനി അടൂർ കഴിഞ്ഞാൽ മറ്റൊന്ന് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി, കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ മത്സരിപ്പിക്കുവാൻ ആളില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ഉള്ളതെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അതായത് എറണാകുളത്തെ ഒരു സിനിമാ താരം, എറണാകുളം കേന്ദ്രീകരിച്ച താമസിക്കുന്ന അല്ലെങ്കിൽ എറണാകുളത്ത് താമസമുള്ള
മലയാള സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സിനിമാ നടനെ, അതായത് ധർമ്മജൻ ബോൾഗാട്ടിയെ കോഴിക്കോട്ടെ ബാലുശ്ശേരിയിലേക്ക് സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നു. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നിരവധിയുള്ള ഒരു മണ്ഡലമാണ് ബാലുശ്ശേരി. അവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട സവർണ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കുവാൻ സാധ്യതയുള്ള ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസിന് അടിത്തറയുള്ള ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ അതൊരു വലിയ പരാജയം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അവിടെ എറണാകുളത്തെ ധർമ്മജൻ ബോൾഗാട്ടിയെ മത്സരിപ്പിക്കുന്നു. പ്രാദേശിക തലത്തിൽ അവിടെ നേതാക്കന്മാരില്ലേ, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുവാൻ കരുത്തുള്ള, പ്രാദേശിക തലത്തിൽ ശക്തിയുള്ള നേതാക്കന്മാരുണ്ട്. എന്നിട്ടും അവിടെ ധർമ്മജൻ ബോൾഗാട്ടിയെ സ്ഥാനാർത്ഥിയാക്കുന്നു. അതുകൊണ്ടും അവിടെ പരാജയമുണ്ടാകുന്നു. തമിഴ്നാടല്ല കേരളം എന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടാവണം. അതല്ല എങ്കിൽ ശക്തമായ കേന്ദ്ര സംവിധാനം ഉണ്ടാകണം. ചാലക്കുടിയിൽ ഇന്നസെന്റ് വിജയിച്ചതും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചതുമൊക്കെ മറ്റു ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ മാനങ്ങൾ കൂടി കാണുവാനുള്ള കരുത്ത് കോൺഗ്രസിനുണ്ടാകണം. ധർമ്മജൻ ബോൾഗാട്ടിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയേക്കാൾ കരുത്തുള്ള പ്രാദേശിക തലത്തിൽ അനുഭവ പാഠവുമുള്ള ജനങ്ങളുമായി ബന്ധമുള്ള നേതാവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള രാഷ്ട്രീയ നീതി കോൺഗ്രസ് കാണിക്കണം. ആ കാരണങ്ങൾ കൊണ്ടുകൂടി കോഴിക്കോട്ടെ ബാലുശ്ശേരിയും കോൺഗ്രസിന് നഷ്ടമാകുന്നു. ഇനി പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് മണ്ഡലത്തിൽ പന്തളത്തുള്ള, അതായത് ആലപ്പുഴ ജില്ലയിലെ പന്തളത്തുള്ള പന്തളം സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്ന രീതിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. അതല്ലാതെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാർ അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള SC വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട സംവരണ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ സ്വാധീനമുള്ള, സാധ്യതയുള്ള നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ പിന്നാക്കം നിൽക്കുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ 15 മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ അത്രമേൽ അതുകൊണ്ടാണ് ഈ സംവരണ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലല്ലാതെ കാര്യമായ രീതിയിൽ ചർച്ചയൊന്നും നടക്കാതെ പരാജയപ്പെട്ടു പോകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ചേലക്കര മണ്ഡലം. ഈ ചേലക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് രമ്യ ഹരിദാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ഈ ചേലക്കര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചിട്ടുള്ള, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ശക്തി തെളിയിച്ചിട്ടുള്ള ഒരു വനിതാ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ജനങ്ങൾ അതിനോടൊപ്പം നിന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇപ്പോൾ രമ്യ ഹരിദാസിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. പരാജയപ്പെട്ടു പോയെങ്കിലും ശക്തമായൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖം പ്രകടിപ്പിക്കുവാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 1996 മുതൽ K രാധാകൃഷ്ണൻ വിജയിച്ചു വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ എതിർമുഖത്ത് നിന്ന് മത്സരിപ്പിച്ചാൽ, അതും പാർട്ടിയിലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ, അതുമല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ കരുത്ത് തെളിയിച്ചിട്ടുള്ള ദളിത് നേതാവിനെ മത്സരിപ്പിച്ചാൽ പിടിച്ചെടുക്കുവാൻ കഴിയുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള പല മണ്ഡലങ്ങളും. മറ്റൊന്ന് ഇടുക്കി ദേവികുളമാണ്. ഇടുക്കി ദേവികുളത്തെ SC വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവല്ല അദ്ദേഹമെന്ന് തെളിയിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കാത്തൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അവിടെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുകയാണ്. 4 വർഷം പിന്നിട്ടു. ഇപ്പോഴും അതിലൊരു തീരുമാനമുണ്ടാക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് പിന്നോട്ടടിക്കുകയാണ് കാര്യങ്ങൾ. എറണാകുളം കുന്നത്തുനാടിൽ VD സജീന്ദ്രൻ അല്ലാതെ മറ്റാളില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ പല നേതാക്കന്മാരും പല മണ്ഡലങ്ങളിൽ, ഇത്തരത്തിൽ സംവരണ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്ത കാര്യത്തിലേക്ക് ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും അതുപോലെ തന്നെ സംവരണ മണ്ഡലങ്ങളിലുമൊക്കെ ഉള്ള പരാജയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആലപ്പുഴയിലെ മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിലേക്ക് വന്നാൽ, മാവേലിക്കരയിൽ K മുരളീധരൻ ജനറൽ സീറ്റിൽ മത്സരിക്കുമ്പോഴെല്ലാം വിജയിച്ച് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായി കൈക്കുള്ളിൽ ഒതുക്കിപ്പിടിച്ചിരുന്ന മണ്ഡലം ദളിത് വിഭാഗത്തിൽപ്പെട്ട നേതാവിനെ മത്സരിപ്പിക്കേണ്ട സംവരണ മണ്ഡലമായി മാറിയപ്പോഴേക്കും അത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായി മാറുന്നു. അവിടെ ഇടതുപക്ഷം തന്നെ വിജയിച്ചു വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംവരണ മണ്ഡലങ്ങളിൽ ശക്തനായ ഒരു ദളിത് നേതാവിനെ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല? മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലുമെല്ലാം IC ബാലകൃഷ്ണനെ പോലെയുള്ള ചില നേതാക്കന്മാരല്ലാതെ മറ്റൊരു പ്രാദേശിക നേതാവില്ല എന്ന കാര്യവും ഓർമ്മപ്പെടുത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, വിജയപരാജയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ, സ്ഥാനാർത്ഥി നിർണയത്തെപ്പറ്റി പരിശോധിക്കുമ്പോൾ മറ്റൊരു ജില്ലയിൽ നിന്ന് കൊണ്ടുവന്ന് മത്സരിപ്പിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. പല മണ്ഡലങ്ങളിലും പ്രാദേശിക തലത്തിൽ ശക്തി തെളിയിക്കുന്ന നേതാക്കന്മാരുണ്ടായിട്ട് പോലും അവരെ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ദളിത് നിരയിലുള്ള ഒരു നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസ് ഉണ്ടാകുന്നു.
അതൊക്കെയാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 15 മണ്ഡലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ദളിത് സംവരണ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഇനിയും ശ്രദ്ധ നൽകുകയാണ് എങ്കിൽ കോൺഗ്രസിന് വിജയിച്ചു വരുവാൻ സാധിക്കും. ആ 15 മണ്ഡലങ്ങളൊപ്പം കൂടുക തന്നെ ചെയ്യും. അതല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ അവർ ത്രിതല പഞ്ചായത്തിൽ നിന്ന്, യുവാക്കളിൽ നിന്ന്, DYFIയിൽ നിന്ന്, SFIയിൽ നിന്ന്, വനിതാ വിങ്ങിൽ നിന്നുമൊക്കെ നല്ല നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ അവരെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ കോൺഗ്രസ് മറ്റ് പല ജില്ലകളിൽ നിന്നും അവിടെ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രാദേശിക തലത്തിൽ ബന്ധമുള്ള നേതാക്കന്മാരെ മറ്റ് പല ജില്ലകളിലേക്കും കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കേണ്ട രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് എങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലേക്ക് കയറാനുള്ള സാധ്യതയുടെ ആഴവും അതിൻ്റെ ശക്തിയും ബലവും ഒക്കെ വർദ്ധിക്കുക തന്നെ ചെയ്യും.